ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിച്ചൂസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് മാൽപുരി എന്നാണ്. ഇത് മാംഗ്ലൂർ ഉടുപ്പി സൈഡിലൊക്കെ ഇതൊരു ഫേമസ് ഒരു ഐറ്റം തന്നെയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് തന്നെ പോയി നോക്കിയാലോ. ആദ്യമേ തന്നെ 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ആ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഫുഡ് കളർ ചേർക്കാം, അല്ലെങ്കിൽ ഒരല്പം മഞ്ഞപ്പൊടി ചേർത്താലും മതി. ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിലും അത് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് നിറച്ച് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കലക്കി വെച്ച പഞ്ചസാരയുടെ ആ ഒരു വെള്ളം പതുക്കെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് നമുക്ക് ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കലക്കി എടുക്കണം. ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാ ദോശമാവൊക്കെ ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാം. മാവ് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ഈ കലക്കിയെടുത്ത മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 30 മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഒന്നും കൂടെ ഒന്ന് കുറുകി കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ്. ഇനി ഒരു പാനിലേക്ക് മാവ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു സ്പൂൺ കൊണ്ട് മാവ് ഇതുപോലെ പതിയെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് എണ്ണ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഈ ഒരു ബോർഡർ ലൈൻ പോലെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. അറ്റമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ 2 സ്പൂൺ കൊണ്ട് പതുക്കെ കോരി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് പോയി കിട്ടാനും ഒന്ന് സോഫ്റ്റായി കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മറക്കരുത്. എന്നിട്ട് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ദേ ബാക്കിയുള്ള മാവിൽ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാൽപുരി റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അറ്റത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നടുവേ നല്ല സോഫ്റ്റ് ആയിട്ടും ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.